നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല കേട്ടോ. നമ്മളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയായിരിക്കും ഇത്. ഇവിടെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. കാരണം ഇവിടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഐറ്റമാണ് കേട്ടോ അത്. അതുമാത്രമല്ല കേട്ടോ, അതിനൊരു സീക്രട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അത് തന്നെയാട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവരും ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള, 2 തക്കാളി, അതുപോലെ തന്നെ ഒരു കതിര് കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതായി വന്നപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരട്ടെ കേട്ടോ. അപ്പം കടുക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ചിലർക്ക് കടുക് തീരെ ഇഷ്ടമല്ല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കടുക് വളരെ ഇഷ്ടമാണ്. എല്ലാത്തിലും ഒരുവിധം ഞങ്ങളുടെ കറികളിലൊക്കെ ചേർക്കലുണ്ട്. അപ്പം അതുകൊണ്ട് വേണ്ട ഞങ്ങൾ ചേർത്ത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചേർക്കാം. അങ്ങനെ കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വാടിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള അധികം നേരം വഴറ്റേണ്ട കേട്ടോ, അല്ലാതെ വഴന്നു വന്നാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇവിടെ അങ്ങനെ അധികം വഴറ്റില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അങ്ങനെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി മുളക് പൊടി വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്, മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ എല്ലാവർക്കും വളരെ സ്പൈസിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. അത് ചില്ലി ഫ്ലേക്സ് ഒന്ന് വാടി വരുമ്പം അതൊന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റി അതിന് നന്നായി ഉടച്ച് കൊടുക്കാം. നന്നായി കൈയെടുക്കാതെ കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 2 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അധികം നേരം ഒന്നും വെക്കേണ്ടി വരില്ല. ഇത് പെട്ടെന്നായി കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതിനുശേഷം ഇത് തുറക്കുമ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിതിൽ ചേർക്കാമെന്ന് പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ ഇതിൽ ചേർക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം അത് ചേർക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ, അതിനേക്കാളും ഒട്ടും കൂടി പോരുത് കേട്ടോ. അതിനേക്കാൾ കുറഞ്ഞാലും കുഴപ്പമില്ല, പഞ്ചസാരയാണ് കേട്ടോ. ചേർത്ത് കൊടുത്തതിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഉപ്പും പഞ്ചസാരയും എല്ലാം ചേർക്കുമ്പോൾ ടേസ്റ്റ് നല്ല ഈക്വലായിട്ടിരിക്കും. ടേസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ മിക്കവരും ചേർക്കുന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അത് എരിവും പുളിയും ഉപ്പും ഒക്കെയുള്ള വിഭവങ്ങളിൽ പഞ്ചസാര ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. അപ്പോൾ ആ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പം ഇത് അടിപൊളിയാണ്. ഇത് ഭക്ഷണത്തോടു കൂടെ ചോറിനോട് കൂടി വിളമ്പിത് ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എങ്ങനെയാ, സൂപ്പറല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.